പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതുവരെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന വിവിധ വിഷയങ്ങളെ, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരുപക്ഷെ ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ മെയ് മാസത്തിലോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടം വരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാവുന്ന ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇത്തരം കൂടുതൽ വാർത്തകൾ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ചില വാർത്തകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു കൊള്ളണമെന്നില്ല. ചില വിഷയങ്ങൾ നാഷണൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതിലൊന്ന് ഇപ്പോൾ അത്ര പ്രസക്തമല്ല, എനിക്ക് പ്രസക്തമായി തോന്നിയില്ല. കേരളത്തിൻ്റെ പേര് കേരളം എന്നാക്കണം എന്ന് കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയെന്നും അങ്ങനെ ആ ആവശ്യം പരിഗണിക്കപ്പെടുമ്പോൾ മമതാ ബാനർജിക്കൊരു പരാതിയുണ്ട്. മമതാ ബാനർജി പറയുന്നത്, ഞങ്ങൾ പശ്ചിമ ബംഗാളിൻ്റെ വെസ്റ്റ് ബംഗാളിൻ്റെ പേര് മാറ്റുന്നതിന് വേണ്ടി ഇതുപോലെ റിക്വസ്റ്റ് കൊടുത്തു, എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രം പെട്ടെന്ന് പരിഗണിക്കുന്നത് എന്ന് മമതാ ബാനർജി ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ദേശീയ മാധ്യമങ്ങളിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ച ഇന്നത്തെ നമ്മുടെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ മന്ത്രി വീണ ജോർജ് എത്തി. വീണ ജോർജ് എത്തിയപ്പോൾ ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലും ഭരണകൂടത്തോട് പ്രതിപക്ഷത്തിനുള്ള വിയോജിപ്പ് അവർ പ്രകടിപ്പിക്കും. കൂടുതൽ ഇത്തരം വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുക യുവജനങ്ങൾക്കായതുകൊണ്ട് പാർട്ടികളുടെ യുവജന വിഭാഗങ്ങളും വിദ്യാർത്ഥി വിഭാഗങ്ങളൊക്കെ സജീവമായി രംഗത്ത് വരും. അപ്പോൾ വീണ ജോർജ് കണ്ണൂരെത്തിയപ്പോൾ 4-5 KSU പ്രവർത്തകരും 30-ലധികം പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിഷേധം വരുന്നു എന്ന് കാണുമ്പോൾ പോലീസ് കൂടി അവിടെയുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോലും അവർ വരുന്നില്ല. വന്നു എന്ന് തെളിയിക്കാൻ പ്രതിപക്ഷത്തു നിന്ന് പലരും ഇന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. കാരണം പഴയ കാലമല്ല, ദൃശ്യമാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ CCTV ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു KSU പ്രവർത്തകനും മന്ത്രിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ അവകാശവാദം. അപ്പോൾ പ്രതിപക്ഷം അങ്ങനെ അവകാശപ്പെടുന്നു. മന്ത്രിയാണെങ്കിൽ ആ സമയത്ത് ഈ KSU പ്രവർത്തകരെ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് എന്താ ചെയ്യാമെന്ന്, അങ്ങനെ ആ രീതിയിൽ മന്ത്രി സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പിന്നീട് സംഭവിക്കുന്നത്, ഇപ്പോൾ ആളുകൾ പറയുന്നതാണ്, AN ഷംഷീർ നിയമസഭാ സ്പീക്കർ മന്ത്രിയെ ഉപദേശിച്ചു ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവണം. ഇപ്പോൾ ആളുകൾ ട്രോളുന്നു, എന്തുകൊണ്ടാണ് മന്ത്രിക്ക് ഈ സർക്കാർ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകൾ പറയുന്നത് ICUവിൽ തന്നെ മന്ത്രിയെ പ്രവേശിപ്പിച്ചത് ICUവിൽ AC ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. മറ്റു ചിലർ പറയുന്നത് മന്ത്രി സർക്കാർ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായിരുന്നില്ല, സ്വകാര്യ ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് മന്ത്രിയുടെ ആവശ്യം എന്നൊക്കെ രീതിയിലുള്ള ഈ ട്രോളുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ അതിൻ്റെ ഒരു 1-2 വിഷയത്തിലേക്ക് വരാം. അപ്പോൾ മന്ത്രി അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ അത് പിണറായി വിജയൻ സംവിധാനം ചെയ്ത ഒരു സിനിമ, അതിൽ AN ഷംഷീറിൻ്റെ തിരക്കഥ, അതിൽ വീണ ജോർജ് അഭിനയിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം SFI പ്രവർത്തകർ പ്രകടനം നടത്തിയപ്പോൾ ഇന്നലെ വീണ ജോർജിനെതിരെ പ്രതിഷേധമുയർത്തിയവർ അച്ഛനില്ലാത്ത നേരത്ത് അമ്മമാർ പ്രസവിച്ച കുട്ടികളാണ് ഇത്തരത്തിൽ വീണ ജോർജിനെ തിരിഞ്ഞത് എന്ന പരാമർശമുണ്ടായി എന്ന് പറയുന്നു. അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്താണ് ചിന്താ ജെറോം പറഞ്ഞതെന്നുള്ളത്. അതിനെതിരെ ഒരു
KSU പ്രവർത്തകൻ മിസ്റ്റർ റാവത്തർ പരാതി നൽകിയിട്ടുമുണ്ട് ചിന്താ ജെറോമിനെതിരെ. അപ്പോൾ ചിന്താ ജെറോം അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതങ്ങനെ ഒരു വൈകാരികമായ നിമിഷത്തിൽ പറഞ്ഞു പോയെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, 2013 ഒക്ടോബർ 26 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും അദ്ദേഹം ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ മുറിവുണ്ടായി. അന്ന് സഖാവ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള, പാർട്ടി സെക്രട്ടറി എന്ന നിലക്ക് നടത്തിയിട്ടുള്ള പ്രസംഗം ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അവരുടെ ന്യൂസ് അവർ ചർച്ചയിൽ കാണിച്ചു. അതിൽ പിണറായി പറയാണ്, നെഞ്ഞിൻ കൂടെ ലോഹം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ അങ്ങനെ നെഞ്ഞിൽ കൂടിയിൽ തറച്ച വെടിയുണ്ട തിരിച്ചു തട്ടി, അല്ലെങ്കിൽ വടി നെഞ്ഞിൽ കൂടിയിൽ തട്ടിയ വടി തിരിച്ചൊരു ഗ്ലാസ്സിൽ തട്ടിയ ഗ്ലാസ് പൊട്ടുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഒരല്പമെങ്കിലും ഉപ്പ് കൂട്ടി വിഴുങ്ങാൻ പറ്റുന്ന നുണ പറയണ്ടേ എന്ന് പിണറായി ചോദിക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോഴേ ആരാണ് അഭിനയിച്ചത്? അപ്പോൾ യഥാർത്ഥത്തിൽ അപകടം പറ്റിയ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന് ആ രീതിയിൽ ആക്ഷേപിച്ച ആളുകളാണ് ഇന്ന് ഈ അഭിനയത്തിന് കൂട്ടുനിൽക്കുന്നത് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മറ്റ് വിഷയങ്ങളെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഒന്ന്, ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കെല്ലാം മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിൽ സന്ദേശം വരുന്നുണ്ട്. അതായത് ഡാറ്റ ചോർത്തി സർക്കാർ ഉദ്യോഗസ്ഥരുടെ, അതുപോലെ കേരളത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഡാറ്റ ഏതെങ്കിലും ആവശ്യത്തിന് സർക്കാരിലേക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിൽ ഇപ്പോൾ അജിത് കുമാർ എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട അജിത് കുമാർ, ഞാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെ DAയും മറ്റും നൽകാനും, അതുപോലെ ഞങ്ങൾ ശമ്പള പരിഷ്കരണ കമ്മീഷന് വെച്ചിട്ടുണ്ട്, എല്ലാം ലഭിച്ചു കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. മറ്റൊരു വിഷയം, അപ്പോൾ ഇതുപോലെയുള്ള ഡാറ്റ ചോർത്തുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ വരുന്നു. JB കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ മുഴുവൻ അംഗീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഡീറ്റെയിൽസ് ജനങ്ങൾക്ക് നൽകണമെന്ന് കേരള കോൺഗ്രസ് ജോസ് മാണി വിഭാഗം MLA ജോബ് മൈക്കിൾ ആവശ്യപ്പെട്ടിരുന്നു നിയമസഭയിൽ തന്നെ. അപ്പോൾ ആ വിവരങ്ങളിപ്പോൾ ലഭ്യമാക്കുന്നുണ്ട് മാധ്യമങ്ങൾ വഴി. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ആ വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതിലൂടെ, അല്ലെങ്കിൽ അതിൽ എത്രമാത്രം വാഗ്ദാനങ്ങൾ ഉണ്ടായി, എത്രമാത്രം ശുപാർശകൾ വന്നു, JB കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ എത്രമാത്രം വന്നു, അതിൽ എത്ര ശുപാർശകൾ അംഗീകരിക്കപ്പെട്ടു, 18 വകുപ്പുകൾക്ക് കീഴിലായിട്ട് അതിലെ ശുപാർശകൾ അംഗീകരിക്കപ്പെട്ടു എന്നും മറ്റുമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ലഭിക്കണം. ഇതാണ് ഉദ്ദേശം. രണ്ടാമത്, ഈ സർക്കാർ ഉദ്യോഗാർത്ഥികളായിരിക്കുന്ന ആളുകൾക്ക് സർക്കാർ ഉദ്യോഗത്തിന് അപ്ലൈ ചെയ്യാവുന്ന പ്രായപരിധി 40 വയസ്സാക്കി ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ വലിയ കോൺഫിഡൻസ് ആണ് ഈ സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്നുള്ളത്. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഇതുവരെ സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ 9 വർഷത്തിലധികം, 9 വർഷവും 9 മാസമോ അല്ലെങ്കിൽ 10 മാസമൊക്കെ ഭരണം നടത്തുകയാണല്ലോ. അപ്പോൾ ആ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ അധികാര തുടർച്ച ലഭിക്കുമെന്ന് ഉറപ്പുള്ള പിണറായി വിജയൻ ഇപ്പോൾ വെറുതെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതായത് സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാവുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായം വർദ്ധിപ്പിക്കുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നു, അല്ലെങ്കിൽ അത് തന്നെ റിപ്പോർട്ട് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നു. അതുപോലെ മുഖ്യമന്ത്രി തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെയും മറ്റ് പലരെയും മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിൽ വിളിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ മന്ത്രിമാരെ അഭിനേതാക്കളായി, നിയമസഭാ സ്പീക്കർ തിരക്കഥാകൃത്തായി, മുഖ്യമന്ത്രി സംവിധാനം ചെയ്യുന്ന
സിനിമ നമ്മളിങ്ങനെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് ചർച്ചയും നടക്കുന്നു. ഇതിനെല്ലാം ഇടയിൽ ചില ആളുകൾ പറയുന്നത് ഇത് വളരെ ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സഖാവ് പിണറായി വിജയനെ നമ്മുടെ സിനിമാ നടൻ മോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്ത് 1 മണിക്കൂർ 4 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ CPM കേരള എന്ന് പറയുന്ന ഔദ്യോഗിക സംവിധാനത്തിലൂടെ, എന്ന് പറഞ്ഞാൽ CPM കേരള എന്ന് പറയുന്ന ആ സംവിധാനത്തിന്, ആ പാർട്ടിക്ക് യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ടാവും, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാവും, ട്വിറ്ററിലുണ്ടാവും, മറ്റ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലെല്ലാം ഉണ്ടാവും. ഇതിലെല്ലാം അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, CPM കേരള. അപ്പോൾ അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നു. അതായത് സഖാവ് പിണറായി വിജയനെ മോഹൻലാൽ തന്നെ ഇൻ്റർവ്യൂ ചെയ്യണം. മോഹൻലാലിൻ്റെ പ്രശസ്തി ഒരല്പം കൂട്ടാൻ വേണ്ടി മോഹൻലാലിനെ സഖാവ് പിണറായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സഹായിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതിനെല്ലാം കൂടി സൂചിപ്പിക്കാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾക്ക് ഒക്കെ അപ്പുറത്തേക്ക് ബാധിക്കാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണ വിഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെട്ടതും അവിടെ പിന്നെ സ്വർണത്തിൻ്റെ രൂപത്തിലുണ്ടായിരുന്ന പലതും പിന്നെ വെള്ളിയുടെ രൂപത്തിലേക്ക് മാറിയതൊക്കെയാണ്. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് ഞാനൊരു ഏതോ ഒരു വിഷയത്തിൽ യൂട്യൂബിൽ ഒരാളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് കണ്ടു. ഇനിയിപ്പോൾ നമ്മളാരും ഈ വിഗ്രഹങ്ങൾ കാണാൻ വേണ്ടി ഭക്തരായ മനുഷ്യരുണ്ടല്ലോ, കേരളത്തിലെ ഭക്തരായ മനുഷ്യർ, CPMനെ പിന്തുണക്കുന്ന ഭക്തരായ മനുഷ്യർ വിഗ്രഹങ്ങളെ ദർശിക്കാനും വിഗ്രഹങ്ങളെ തൊട്ടു വണങ്ങാനും ഒക്കെ ആയിട്ട് അമ്പലങ്ങളിലേക്ക് പോകേണ്ടതില്ല. AKG സെൻറ്ററിൽ പോയാൽ മതി, എല്ലാ സ്വർണ്ണ വിഗ്രഹങ്ങളും അവിടെയാണുള്ളത്, ഭക്തരൊക്കെ AKG സെൻറ്ററിലേക്ക് ഒഴുകട്ടെ എന്നുള്ള ഒരു രസികൻ്റെ കമൻറ്റ് യൂട്യൂബിൽ കാണുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിച്ചേക്കാവുന്ന ഏറ്റവും വലിയ വിഷയമായിട്ട് ശബരിമല വിഷയം ഉയർന്നു നിൽക്കുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. വൈക്കത്ത് ഇതുപോലെയുള്ള മേഖലകളിൽ ഈ ഇത്തരം ജനവിഭാഗങ്ങളുടെ വോട്ട് ഒരു നിർണായക ഘടകമാകുന്ന തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ പോലെയുള്ള ജില്ലകളിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ വൈക്കം പോലെയുള്ള മേഖലയിലുമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പുകൂടെ ചൂടുപിടിക്കും. സണ്ണിയം കാപ്പിക്കാട് അവിടെ സ്ഥാനാർത്ഥിയായി വരുമെന്ന് കേൾക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിലെത്തുമെന്ന് ഞാൻ തന്നെ ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, പലരും ചെയ്തു. ഇപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് പത്മജ വേണുഗോപാലിനോട് തൃശ്ശൂരിൽ മത്സരിക്കാൻ അമിത്ഷായും സുരേഷ് ഗോപിയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. സുരേഷ് ഗോപി അവിടെ മത്സരിച്ചേക്കും. പിന്നെ അതുപോലെ ഈ തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് മുൻതൂക്കമുള്ള 4 അസംബ്ലി സെഗ്മെൻറ്റ്സിലുമായിട്ട് SIRൻ്റെ പുതിയ ലിസ്റ്റ് വന്നപ്പോൾ 1.5 ലക്ഷത്തോളം ആളുകൾ, നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ അതിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് ശേഷം നടക്കുന്ന ക്യാമ്പയിനിലും മറ്റും ചർച്ച ചെയ്യപ്പെടുകയും തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് പോയാൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.